നമസ്കാരം. സഫലം ഈ യാത്രയിലേക്ക് സ്വാഗതം. അതുപോലെ 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ശക്തമായി നിലയുറപ്പിച്ചു. അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2006 തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിൽ ഒരു പ്രത്യേകത, ഇതുവരെ തുടർന്നു വന്ന ഒരു പ്രത്യേകത 5 വർഷം UDFും 5 വർഷം LDFുമാണ്. ഇനി കേരളത്തിൽ എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്നൊരു പ്രക്രിയയായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും അങ്ങനെ 5 വർഷം എന്നുള്ളത് ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം UDF മഹാഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ തിരിച്ചു വരുന്നതോടുകൂടി അത്തരത്തിലുള്ള ഒരു സമീപനത്തിന് മാറ്റം വരുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 5 വർഷം LDF എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മാത്രമല്ല കേരളത്തിലെ UDFന് തകർച്ചയുണ്ടായി. LDF ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രക്രിയ അവസാനിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും അതിന് വിരുദ്ധമായുള്ള സമീപനത്തോടു കൂടി ഒരുപാട് സീറ്റുകളിൽ മഹാഭൂരിപക്ഷം നേടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. 2 സീറ്റ്, 1 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും 16 നിയോജക മണ്ഡലങ്ങളുടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മാറ്റമാണ്. ആ മാറ്റം അടുത്ത നിയമസഭയിലും തുടരും. അതിനേക്കാൾ വലിയ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. 5 വർഷം സാങ്കേതികമായി ഭരിക്കാനുള്ള അവസരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ 5 വർഷം സാങ്കേതികം എന്നുള്ള നിലയിൽ മാത്രം ജനങ്ങൾ കണ്ടുകൊണ്ട് എപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്, അസംബ്ലി തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് വരിക എന്നുള്ളത് കാത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഇപ്പോൾ സാറിനെ പോലെ നല്ലൊരു ജനകീയ നേതാവായിരിക്കാൻ ഒരു നേതാവിന് വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് സാർ? യോഗ്യത രാഷ്ട്രീയം എന്ന് പറയുന്നത് കളങ്കമില്ലാത്ത പ്രവർത്തനത്തിലൂടെ വരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ അവരുടെ പ്രവർത്തനം ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആശ്രയിച്ചുകൊണ്ടാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രയാസങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ. രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം കപടമാണ് എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. രാഷ്ട്രീയത്തിൽ ഒരിക്കലും തന്നെ ഒരു കളങ്ക ഉണ്ടാകാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഏറ്റവും ആവശ്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് എന്നൊരു ആക്ഷേപമുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ ആക്ഷേപമൊന്നുമില്ല. അത് മുസ്ലിം ലീഗിൻ്റെ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് എടുക്കുന്ന തീരുമാനമാണ്. മുസ്ലിം ലീഗിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിരുന്നത് സമ്മതിക്കാം. പക്ഷേ മുസ്ലിം ലീഗ് ഇവിടുത്തെ കേരളത്തിൽ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് വകുപ്പുകൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് സംബന്ധിച്ച് കൂട്ടായ തീരുമാനമാണ്. ആ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു നയസമീപനത്തിൻ്റെ ഭാഗമാണ് വകുപ്പുകളുടെ വിഭജനം. അത്രമാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് കാര്യഗൗരവമായി എടുക്കേണ്ടതില്ല എങ്കിലും ഈ സഫലം ഈ യാത്രയുടെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ വളരെ ഈ അടുത്ത കാലത്ത് മിമിക്രിക്കാർ ഒരുപാട് പേര് ഈ നമ്മുടെ ജനകീയ നേതാക്കളെ വളരെ ആക്ഷേപിക്കുന്ന തരത്തിൽ അനുകരിക്കുന്നതിൽ തന്നെ ഇമേജിനെയൊക്കെ വളരെ സിനിമയിലെ കോമഡിയന്മാരെ പോലെയൊക്കെ ഇങ്ങനെ കാണിക്കും. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇമേജുകളെ ബാധിക്കാറുണ്ടോ, അല്ലെങ്കിൽ വിഷമിപ്പിക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്യാറുണ്ടോ? അതെ, എൻജോയ് ചെയ്യേണ്ടത് എൻജോയ് ചെയ്യാം. പക്ഷേ ഇതുകൊണ്ടൊന്നും മിമിക്രിയിലൂടെ ആളെക്കുറിച്ച് നടത്തുന്ന ഈ മിമിക്രി പരിപാടികൾ
ഓക്കെ. അതുകൊണ്ട് ഏതെങ്കിലും ഇപ്പൊ തന്നെ മുരളീധരനെ കുറിച്ച് നമ്മുടെ കൊച്ചുമോളുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിരി വരും. ആ ഒരു രീതിയിലൊരു ഇമേജ് ടി വികളിലൂടെ ഇങ്ങനെ വരുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ ഇമേജിനെ ബാധിക്കും. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അല്ല, പ്രോത്സാഹിപ്പിക്കുന്നതല്ല. മിമിക്രി അവരുടെ തൊഴിലായിട്ട് അതിന് കൊണ്ടുപോകുന്നു. അതേ അവസരത്തിൽ പിന്നെ അത് രാഷ്ട്രീയ പ്രവർത്തനത്തെയോ ഒരു സാമൂഹിക പ്രവർത്തനത്തെയോ ബാധിക്കില്ല. മിമിക്രിയിലൂടെ ആരെയെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അവതരിപ്പിച്ചാൽ അതുകൊണ്ട് മാത്രം തകർന്നു പോകുന്ന നല്ല ഇമേജ് രാഷ്ട്രീയത്തിലെല്ലാം അതിൻ്റെ സാമൂഹിക രംഗത്തുള്ള ഇമേജ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വിശാലമായ ഒരു ഉത്തരവായിരുന്നു.